ക്ലാസ് 9 മാത്സ് എക്സാം വരുന്ന സമയത്ത് പലരുടെയും സംശയമാണ് ഈ വൃത്തഭാഗങ്ങൾ. പാർട്സ് ഓഫ് സർക്കിൾ എന്ന് പറയുന്ന ഭാഗം പഠിക്കണോ പഠിക്കണ്ടേ, ഇത് ഫുൾ ഉണ്ടാവോ കുറച്ചേ ഉണ്ടാവോ എന്നുള്ളത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാലോ, ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ എവിടെന്നാ ചോദിക്കാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫസ്റ്റ് പാർട്ട് ആയിരിക്കും, ചിലപ്പോൾ ലാസ്റ്റ് പാർട്ട് ആയിരിക്കും, നമുക്ക് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ നമുക്ക് എന്താണോ എക്സാമിന് ചോദിക്കാൻ പോകുന്നത്, എക്സാം പേപ്പറിൽ നിങ്ങൾ എന്താണോ കാണാൻ പോകുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് തറവായിട്ട് പഠിച്ചു വെക്കാം. റെഡി അല്ലേ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇതാ ഇങ്ങോട്ട് വാ. പാർട്സ് ഓഫ് സർക്കിളിൽ ഫസ്റ്റ് ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെ, ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ വരച്ചു. ആ സർക്കിളിന് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം മാത്രം, ഈ ഒരു വളപ്പൊട്ട് പോലെയുള്ള ഈ ഭാഗമല്ലേ, നമുക്ക് ഒരു കുഞ്ഞു കഷ്ണം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വള ഉണ്ട് നിങ്ങളെ കയ്യിൽ, ഒരു കുപ്പിവള. ആ കുപ്പിവള പൊട്ടി, ആ പൊട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കഷ്ണല്ലേ, കഷ്ണം, ആ കഷ്ണല്ലേ, ആ കഷ്ണത്തിന്റെ നീളം കാണാൻ പറയും. ആ കഷ്ണത്തിന് എന്താ പറയാന്നറിയോ? ആ കഷ്ണത്തിന്റെ പേരാണ് ചാപം അല്ലെങ്കിൽ ആർക്ക് എന്നാ പറയാം. ഓക്കെ, ചാപം അല്ലെങ്കിൽ ആർക്ക് എന്നാണ് എന്ത് പറയാ, ആ വളപ്പൊട്ടിന് പറയാം. ഓക്കെ, ആ വളപ്പൊട്ടിന്റെ കഷ്ണത്തിന് എന്താ പറയാ, ചാപം അല്ലെങ്കിൽ ആർക്ക് എന്നാ പറയാ. ആ ഒരു വളപ്പൊട്ട് എന്നല്ല, ചാപം അല്ലെങ്കിൽ ആർക്ക് എന്നാണ് പറയാ. അപ്പൊ ഈ ചാപത്തിന്റെ നീളം അല്ലെങ്കിൽ ആർക്കിന്റെ നീളം കാണാൻ പറയും. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ സർക്കിളിന്റെ സെന്ററിലേക്ക് ഈ ഒരു ആർക്കിൽ നിന്നും 2 ലൈൻസ് ഇതാ ഇതുപോലെ വരച്ചു കൊടുക്കും. 2 ലൈൻസ് വരച്ചു കൊടുക്കും. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവൂലേ, ആ ആംഗിളിനാണ് പറയാ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്ര കോണ് എന്നാ പറയാ. എക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ റെപ്രസെന്റ് ചെയ്യുക, സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്ര കോണ്. ഇവന്റെ റേഡിയസ് 6 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ചാപത്തിന്റെ നീളം എന്തായിരിക്കും അറിയോ? x/360 × 2πr ആണ്. എന്താണ്? x/360 × 2πr ആണ്. ആരം 6 ആയ വൃത്തത്തിൽ കേന്ദ്രകോൺ x ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എന്താണ്? x/360 × 2πr. നിങ്ങൾക്ക് ഓർമ്മല്ലേ എന്തായിരുന്നു 2πr? 2πr എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെ. അപ്പൊ x/360 × 2πr ഒരു 3 പ്രാവശ്യം പറഞ്ഞു നോക്കിയേ. x/360 × 2πr, x/360 × 2πr, x/360 × 2πr. ചാപത്തിന്റെ നീളം, ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുമ്പോൾ x/360 × 2πr. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി? അതായത് ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന് ഇവർ പറയാണ് റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. റേഡിയസ് 3 സെന്റിമീറ്റർ ഒരു സർക്കിൾ, അവിടെ എന്തുണ്ട്, ഒരു ആർക്ക് ഉണ്ട്. ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ R 3 ആണ്, ഇത് 60 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആർക്കിന്റെ ലെങ്ത് അല്ലെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, നമ്മളുടെ ചാപത്തിന്റെ നീളം എത്രയാണ്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? x/360 × 2πr ആണ് അല്ലെ. അതായത് x എന്ന് പറയുന്നത് എത്രയാണ്? 60. 60/360 × 2π × റേഡിയസ് എത്രയാ? 3. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 0 കട്ട് ചെയ്തു. ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ എത്ര 6 ഉണ്ട്? നമുക്ക് 6 6 ഉണ്ട്. 2 × 3 എത്രയാ? 6. 6π/6 ആണ് അല്ലെ. അതായത് 6ഉം 6ഉം ക്യാൻസൽ, പൈ ആയിരിക്കും വരിക. അപ്പൊ പൈ സെന്റിമീറ്റർ ആയിരിക്കും എന്ത്, ഈ ഒരു ആർക്കിന്റെ ലെങ്ത്. അതാ നോക്കി, ഇത്രയും ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഈ ഒരു കഷ്ണത്തിന്റെ ഈ വളപ്പൊട്ട് പോലത്തെ ഈ കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് പൈ സെന്റിമീറ്റർ, അല്ലെങ്കിൽ പൈന്റെ വാല്യൂ 3.14 സെന്റിമീറ്റർ. റെഡി? ഇനി വേറൊരു ക്വസ്റ്റ്യനെ, പെരിമീറ്റർ ഓഫ് എ സർക്കിൾ 2π സെന്റിമീറ്റർ, വാട്ട് ഈസ് ഇറ്റ്സ് ഡയമീറ്റർ ആൻഡ് വാട്ട് ഈസ് ദ ആർക്ക് ലെങ്ത് ഓഫ് ക്വാർട്ടർ സർക്കിൾ? ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് 2π സെന്റിമീറ്റർ ആണ്. കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ്. ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് 2π സെന്റിമീറ്റർ ആണ്. ചുറ്റളവ് നോക്ക്, ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ, ഇത് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്ന ഇവരെത്ര പറഞ്ഞത്? 2π സെന്റിമീറ്റർ ആണ്. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 2π സെന്റിമീറ്റർ ആണ് അല്ലെ. അതായത് പെരിമീറ്റർ എങ്ങനെയാ കാണാ? 2πr ആണ് അല്ലെ. നമ്മുടെ വൃത്തത്തിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് അത് 2π ആണെന്നാ പറഞ്ഞത്. ഓക്കെ, 2π ആണെന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ചുറ്റളവ് 2πr, അങ്ങനെയെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് എന്ന് പറയുന്നത്, റേഡിയസ് നമുക്ക് വെറുതെ കാണാം അല്ലെ. 2π ഈ 2πനും കൂടെ 2π = 1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് വെറുതെ കണ്ടുവെച്ചേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് ഡയമീറ്റർ? എന്താണ് ഇതിന്റെ ഡയമീറ്റർ? റേഡിയസ് 1 ആണെങ്കിൽ ഡയമീറ്റർ എത്രയാടാ? റേഡിയസിന്റെ ഡബിൾ അല്ലേ ഡയമീറ്റർ. നമ്മൾ ഇതാ ഒരു സർക്കിൾ വരച്ചു, സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ഡയമീറ്റർ പറഞ്ഞാൽ ഇത് മൊത്തം, അതായത് 1ഉം 1ഉം 2 സെന്റിമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ആർക്ക് ലെങ്ത് ഓഫ് ക്വാർട്ടർ സർക്കിൾ? ക്വാർട്ടർ
സർക്കിളിന്റെ, അതായത് ക്വാർട്ടർ സർക്കിളിന്റെ ആർക്ക് ലെങ്ത് എത്രയാണ്? ഒരു സർക്കിളെ അതിന്റെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ഭാഗം. 1/4 ഭാഗം, അതായത് ഒരു വൃത്തത്തിനെ 4 ഭാഗങ്ങളാക്കിയതിൽ ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗം, അവിടെ ഉണ്ടാവുന്ന ആർക്കിന്റെ ലെങ്ത് എത്രയാണ്? അതാണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് എന്തൊക്കെ അറിയണം? ഒന്ന്, നമുക്ക് റേഡിയസ് അറിയണം. അത് നമുക്കറിയാം 1 സെന്റിമീറ്റർ ആണ്. വേറെന്താ അറിയേണ്ടത്? ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അറിയണം. സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ മൊത്തത്തിൽ 360 ആണ് ഉണ്ടാവുക അല്ലെ? ഇവിടെ മൊത്തത്തിൽ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് 360. 360നെ 4 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 360/4 90 ഡിഗ്രി ആയിരിക്കും എന്ത് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ. സെൻട്രലിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. ഇനി ആർക്ക് ലെങ്ത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്തൂടെ? എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? സിമ്പിൾ, x/360 ഇൻറ്റു 2πr, ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുമ്പോൾ 90/360 ഇൻറ്റു 2π ഇൻറ്റു 1, അതായത് 0 0 കട്ടായി. ഇനി ഇവിടെ എത്ര 9 ഉണ്ട്? ഒരു 9. ഇവിടെ എത്ര 9 ഉണ്ടടാ? 4 9, ദാറ്റ് ഈസ് 2π/4, അതായത് 1/2π, അല്ലെങ്കിൽ π/2 എന്ന് പറയാം അല്ലെ? π/2 എന്ന് പറയാം. റെഡി? π/2 സെന്റിമീറ്റർ ആയിരിക്കും. എപ്പോഴും നിങ്ങൾ യൂണിറ്റ് എഴുതാൻ നോക്കുക കേട്ടോ, യൂണിറ്റ് എഴുതാൻ നോക്കുക. അപ്പൊ ഇത്ര മാത്രം എന്റെ മക്കൾ എന്തിൽ പഠിച്ചാൽ മതി? നമ്മൾ ആർക്ക് ലെങ്ത് കാണുന്നതിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതിന്റെ മുകളിലോട്ടൊന്നും ഇല്ല. ഇനി അടുത്ത നോക്ക്, നമുക്ക് ഇനി ചോദിക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു സർക്കിൾ ഉണ്ട്. അതായത് ഇപ്പോ നമ്മളൊരു കേക്ക് ഉണ്ടായി നിങ്ങളെ വീട്ടില്. കേക്ക് എന്ത് ചെയ്തു? കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു പീസില്ലേ, നമുക്ക് കിട്ടുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസില്ലേ, ട്രയാങ്കിളും അല്ല, ആ ഒരു ഷേപ്പിനോട് ഒരു സാമാന്യമുള്ള ആ ഒരു പീസില്ലേ, അതിനെ പറയുന്ന പേരാണ്, ഈ ഒരു സർക്കിളിന്റെ കേസിൽ മാത്സിലേക്ക് വരുമ്പോൾ അതിനെന്താ പറയാ അറിയോ? സെക്ടർ എന്നാ പറയാ, വൃത്തഭാഗം എന്നാ പറയാ. അപ്പൊ ഇനി നിങ്ങളുണ്ടല്ലോ ഈ കേക്ക് കിട്ടുന്ന സമയത്ത് എന്ത് പറയരുത്? വെറുതെ കേക്കിന്റെ കഷ്ണം ഇങ്ങോട്ട് തരുമെന്ന് പറയരുത്, ആ സെക്ടർ ഇങ്ങോട്ട് തരുമെന്ന് പറയണം. ഓക്കെ, എന്ത് പറയണം? വൃത്തഭാഗം ഇങ്ങോട്ട് തരും, സെക്ടർ ഇങ്ങോട്ട് തരുമെന്ന് പറയണം. അതായത് ഇവിടെ നോക്കിയേ, ഇതിപ്പോ സർക്കിളിന്റെ സെന്റർ ആണെന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ ഈ സർക്കിളിന്റെ ഇങ്ങനൊരു ഭാഗം ഞാൻ അങ്ങോട്ട് എടുക്കുക. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ വളപ്പൊട്ട് പോലെയുള്ള ആ ഒരു ലെങ്ത്, ആ ഒരു ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? ഇതൊക്കെ ഈ ഒരു നമുക്ക് അപ്പം പോലെ, നമ്മളുടെ കേക്ക് പോലെയുള്ള ഒരു ഭാഗം മൊത്തം ഞാൻ എടുത്തു, ഈ റോസ് ഭാഗം മൊത്തം ഞാൻ എടുത്തു. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ നിങ്ങളോട് ചോദിക്കും. ഇതിന്റെ ഏരിയ എങ്ങനെയാ കാണാന്നറിയോ? ഇത്രയേ ഉള്ളൂ. ദ ഏരിയ ഓഫ് സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ x ഡിഗ്രി ഇൻ എ സർക്കിൾ ഈസ് റേഡിയസ് r is x/360 into πr². അതായത് എന്തായിരിക്കും? ഇതിന്റെ സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രിയും ദെൻ ആറ് എന്ന് പറയുന്നത് റേഡിയസ് 6 ആണെങ്കിൽ ഇതിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതിയെന്നറിയോ? x/360 into πr². നേരത്തെ എന്താ പഠിച്ചത്? x/360 into 2πr. ഇതെന്താ പഠിച്ചത്? x/360 into πr². ഒരു പ്രശ്നമില്ലല്ലോ, πr². അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയടാ, ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. ആരം 3 സെന്റിമീറ്റർ ആയിട്ടുള്ള, റേഡിയസ് എത്രയാണ്? 3 സെന്റിമീറ്റർ ആയിട്ടുള്ള വൃത്തത്തിൽ കേന്ദ്രകോണ്, അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രി. വൃത്താംശത്തിന്റെ പരപ്പളവ് നോക്ക്, വൃത്താംശത്തിന്റെ പരപ്പളവ് ചോദിച്ചത്. എങ്ങനെയാ കാണാം വൃത്താംശത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്? x/360 into πr² ആണ്. ദാറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 120/360 into π into r², ദാറ്റ് ഈസ് 3ന്റെ സ്ക്വയർ. ഇനി എന്താ ചെയ്യാ നമ്മള്? അത്രേ ഉള്ളൂ. ഇവിടെ ഒക്കെ 0 കട്ട് 12ഉം 16ഉം, ഇവിടെ ഒരു 12 ഉണ്ട്, ഇവിടെ എത്ര 12 ഉണ്ട്? 312 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 into πr², അതായത് 3² എന്ന് പറഞ്ഞാൽ 9π. ഇനി 9/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ് അല്ലെ? ദാറ്റ് ഈസ് 3π ആയിരിക്കും. ഇതെന്തായിരിക്കും? സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സെന്റിമീറ്റർ സ്ക്വയർ. നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ തരും കേട്ടോ, π ഈസ് ഈക്വൽ ടു 3.14. അപ്പൊ 2 ദശാംശ സ്ഥാനം വരെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പൈക്ക് വാല്യൂ കൊടുക്കുക. π ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതായത് ഇതിൽ നിന്ന് തന്നെ ഇതിന്റെ കുറച്ചൊരു വകഭേദം, അതായത് ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അതായത് നിങ്ങളോട് ചോദിക്കും, ഈ വയലറ്റ് കളറിലുള്ള ഈ റീജിയനിലെ ഇതിന്റെ പരപ്പളവ് എത്രയാന്ന് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, ഈ വയലറ്റ് കളറിലുള്ള ഈ റീജിയന്റെ പരപ്പളവ് എത്രയാന്ന് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത്രയേ ഉള്ളൂ പണി.
ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ പണി. അതായത് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഞാൻ നോക്കിയടാം, നമുക്കറിയാം ഇതിന്റെ ഈ വയലറ്റ് റീജിയന്റെ പരപ്പളവ് കാണണേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ, ഈ മൊത്തം എന്താ നോക്കി, ഈ വലിയൊരു ഭാഗല്ലേ, ഈ വലിയ വൃത്താംശം, ഈ വലിയ സെക്ടറില്ലേ, ആ വലിയ സെക്ടറിന്റെ പരപ്പളവിൽ നിന്നും, ആ വലിയ സെക്ടർക്ക് ഈ വലിയ സെക്ടറിന്റെ പരപ്പളവില്ലേ, ആ വലിയ സെക്ടറിന്റെ പരപ്പളവിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കുഞ്ഞു സെക്ടറിലെ കുഞ്ഞു സെക്ടറിന്റെ പരപ്പളവ് കുറച്ചു. ഈ വലിയ സെക്ടറിന്റെ പരപ്പളവിൽ നിന്നും കുഞ്ഞു സെക്ടറിന്റെ പരപ്പളവ് കുറച്ചു. ഓക്കെ, ഏരിയ കുറച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ കിട്ടൂലേ, ഈ ഒരു ഭാഗത്തിന്റെ ഈ ഭാഗത്തിന്റെ ഏരിയ കിട്ടൂലേ, ഇല്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ഏതിന്റെ ഒരു ഏരിയയിൽ നിന്ന് ഏതിന്റെ ഒരു ഏരിയ കുറച്ചാൽ മതിയാവും. ഇത് നമ്മൾ എന്താ ചെയ്ത്, ഈ വലിയ വൃത്താംശത്തിന്റെ ഏരിയയിൽ നിന്നും ഈ കുഞ്ഞു വൃത്താംശത്തിന്റെ ഏരിയ കുറച്ചപ്പോ നമുക്ക് ഈ ഭാഗം കിട്ടി. അപ്പൊ എങ്ങനെയാ കാണാം, ഏരിയ ഓഫ് ലാർജ് സെക്ടർ എന്തായിരിക്കും, അതായത് വലിയ വൃത്താംശത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം വലിയ വൃത്താംശത്തിന്റെ ഈ ഒരു സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. ആ വലിയ വൃത്താംശത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് പറയാം എന്ത്, x/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 120 ബൈ 360 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3ന്റെ സ്ക്വയർ. നേരത്തെ കണ്ട സെയിം എന്നാണല്ലോ. നമുക്ക് 120 ബൈ 360 ഇൻറ്റു പൈ ഇൻറ്റു 3 സ്ക്വയർ എത്ര കിട്ടുക, 3 പൈ ആണ് അല്ലെ കിട്ടുക, 3 പൈ. ഇനി അടുത്തത് നോക്കിയേ, അടുത്തത് നമ്മളോട് എന്താണ്, ചെറിയ സ്മോൾ സെക്ടറിന്റെ ഏരിയ കാണണം അല്ലെ, ഏരിയ ഓഫ് സ്മോൾ സെക്ടർ, അതായത് ചെറിയ വൃത്താംശത്തിന്റെ പരപ്പളവ് എങ്ങനെയാ കാണാം, സെയിം ഇക്വേഷൻ, x/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഓക്കെ, പൈ ആർ സ്ക്വയർ, എക്സ് എത്രയാ, 120 ഡിഗ്രിയാ. അപ്പൊ 120 ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ എത്രയാണ്, ഇവിടെ ആർ എന്ന് പറയുന്നത് 2 ആണ് അല്ലെ, നമ്മളുടെ ആർ എന്ന് പറയുന്നത് 2 ആണ്. ഇതിന്റെ റേഡിയസ് 2 ആണ്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ 120 തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും, പൈ ഇൻറ്റു 2 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഇവിടെ ഒരു 120, ഇവിടെ 0 കട്ട്, ഇവിടെ ഒരു 12, ഇവിടെ 3 12, അതായത് പൈ ഇൻറ്റു 4, ദാറ്റ് ഈസ് 4 പൈ ബൈ 3 അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്തായിരിക്കും, നിറം കൊടുത്ത ഭാഗത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും, റീജിയൻ ഇത്രയേ ഉള്ളൂ. വലിയതിന്റെ ഏരിയയിൽ നിന്ന്, അതായത് 3 പൈയിൽ നിന്നും നിങ്ങൾ എന്ത് കുറയ്ക്കണം, 4 പൈ ബൈ 3 കുറയ്ക്കണം. ഓക്കെ, 4 പൈ ബൈ 3 കുറയ്ക്കണം. റെഡി, സിമ്പിൾ അല്ലേ, 4 പൈ ബൈ 3 കുറയ്ക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ? ഇതൊക്കെ ഇനിയിപ്പോ നിങ്ങളോട് 2 ദശാംശ സ്ഥാനം വരെ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ, ഇതിന് ആദ്യം ഈ പൈക്കും ഒന്നും വാല്യൂ എടുക്കാൻ പോകരുത്. ആദ്യം ഇതിനെ ഒരൊറ്റ ഒന്നാക്കിയിട്ട് എഴുതുക. അതായത് ഇതിനെ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 3 പൈ എന്ന് പറഞ്ഞാൽ എത്രയാ, 9 പൈ. ഇനി ഇവിടെ മൈനസ് ദിവൻ, അതായത് -4 പൈ ഡിവൈഡഡ് ബൈ എന്താ ഡിനോമിനേറ്ററിൽ അത് എഴുതുന്നു, ദാറ്റ് ഈസ് 5 പൈ ബൈ 3 ആണ്. ഇനി എന്ത് ചെയ്യുക, ഇനി പൈക്ക് വാല്യൂ കൊടുക്കുക. റെഡി, ഇനി പൈക്ക് വാല്യൂ കൊടുക്കുക. എന്നിട്ട് പൈക്ക് വാല്യൂ എടുത്തിട്ട് എന്താ കിട്ടുന്നത് എന്നുള്ളതും താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ മക്കൾ എന്ത് ചെയ്യരുത്, വെറുതെ ആക്കി വിടരുത്. അത്രയും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമേ മക്കൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. അത്രയും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ വെറുതെ വിടരുത് കേട്ടോ. പിന്നെ ഒരൊറ്റ കാര്യം, എന്റെ മക്കൾക്ക് ഇതുവരെ എന്തൊക്കെയോ പോയിട്ടുണ്ട്. ക്ലാസ് 9 നമ്മൾ ഇതുവരെ പഠിക്കാൻ വിചാരിച്ചു നാളെ എന്ന് പറഞ്ഞ ഒക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ, 10ാം ക്ലാസ്സിൽ അത്യാവശ്യം ടഫായിരിക്കും സിലബസ്. ഈ 10ാം ക്ലാസ് എന്ന് പറയുന്ന 9ാം ക്ലാസ്സിന്റെ ബാക്കിയായിട്ടാണ് 10ാം ക്ലാസ് വരുന്നത്. അപ്പോൾ മക്കൾ ചെയ്യേണ്ട കാര്യം 9ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിച്ചാലേ നമുക്ക് SSLCയിലും നല്ല മാർക്ക് വാങ്ങാൻ കഴിയുള്ളൂ. സോ നമുക്ക് ഇത് മുതൽ നമുക്ക് ഈ ഒരു പോയിന്റ് മുതൽ നിങ്ങൾക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ പഠിച്ചാലോ എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എടാ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത് കേട്ടോ. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇത്രമാത്രം ചെയ്താൽ മതി. ഇപ്പൊ എമൗണ്ട് അടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഓഫർ കിട്ടുന്നുണ്ട്. എത്ര രൂപയാണ് ഓഫർ? 1499 രൂപയ്ക്ക് നമ്മൾ ബാച്ച് തരുന്നുണ്ട്. ഫുൾ ബാച്ച് എല്ലാ 1 മുതൽ അവസാനം വരെയുള്ള ചാപ്റ്റേഴ്സും മൊത്തം എല്ലാ സബ്ജക്റ്റും PYQസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യനും അങ്ങനെ കുറെ അടിപൊളി ഫീച്ചേഴ്സ് ഉള്ള ഒരുപാട് സാധനങ്ങളുള്ള ഒരു ആപ്പാണിത്. അപ്പൊ എന്റെ മക്കൾക്ക് ഈ ഒരു ആപ്പിൽ ജോയിൻ
ചെറിയൊരു ആഗ്രഹം മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഇപ്പൊ ചെയ്യുക. ഇപ്പൊ എമൗണ്ട് അടയ്ക്കാൻ പോവേ വീട്ടിൽ ചോദിക്കാനൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടേക്കാം. നിങ്ങളുടെ പേരും നമ്പറും ക്ലാസ്സും കൊടുത്താൽ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 5 സെക്കൻഡ് സമയം മാത്രം മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, ആലോചിച്ചിട്ട് വീട്ടുകാരൊക്കെ ആയിട്ട് തീരുമാനിച്ചിട്ട് ചെയ്യാം. പക്ഷെ ഈ ഒരു ഓഫർ നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും ഒന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടേക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഇതിന്റെ നോട്ട്സ് ഒക്കെ കിട്ടുന്നത് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലായിരിക്കും കേട്ടോ. ഇതിന്റെ നോട്ട്സ് ഒക്കെ ഞാൻ സ്റ്റഡി ഗ്രൂപ്പിൽ അയക്കാം. പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സ്റ്റഡി ഗ്രൂപ്പിൽ അയക്കാം. സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്റെ മക്കൾ ഇത്രമാത്രം ചെയ്യാം. കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു ലിങ്കും കൂടെ കാണാം. സ്റ്റഡി ഗ്രൂപ്പ് എക്സ്മസ് എക്സാമിനായിട്ട് പ്രത്യേകം നമ്മൾ ഉണ്ടാക്കിയ സ്റ്റഡി ഗ്രൂപ്പാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.